നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിലെയും ഫൈനാൻസിലെയും ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ക്യൂൻ ഓഫ് സോഡ് എന്ന കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കരിയറിലായാലും ഫൈനാൻസിലായാലും കൃത്യമായൊരു ഫോക്കസോട് കൂടി കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും ശരിയായ തീരുമാനമില്ലാതെ വരുന്നത് കൊണ്ട് നിങ്ങളുടെ മേൽ മറ്റുള്ളവർ ആധിപത്യം എടുക്കുന്നതാണ് കാണുന്നത്. കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും പല കാര്യങ്ങളും വിശദാംശങ്ങളോട് കൂടി നോക്കിക്കണ്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടുവാനുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ കുടുംബത്തോട് കൂടി ചേർന്ന് ഉള്ള പല കാര്യങ്ങളിലും ഇപ്പോൾ തടസ്സം വന്നിരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ സ്വത്ത് കാര്യങ്ങളിൽ ഒരു തർക്കത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ. 7 ഓഫ് കപ്പ് എന്ന ഈ കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ പല ഓപ്ഷനും ജീവിതത്തിൽ വരുന്നുണ്ട് എങ്കിൽ പോലും എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയാത്ത ഒരു അവസ്ഥ. അതിൽ നല്ലതും ചീത്തയുമുണ്ട്. ഞാൻ എവിടെ പോകണം എന്ന് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഒന്നിൽ തന്നെ മുന്നോട്ടുള്ള ഒരു യാത്ര കാണുന്നില്ല. 10 ഓഫ് കപ്പ് എന്ന കാർഡ് നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് മാറി ഒരു ശരിയായ തീരുമാനത്തോടു കൂടി പോവുകയാണെങ്കിൽ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സന്തോഷവും കുടുംബത്തോടു കൂടിച്ചേർന്നുള്ള ആഘോഷങ്ങളുമാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ തിരഞ്ഞെടുക്കുന്ന രീതികൾ അത് ഒന്നും കൂടി വിശദാംശത്തോടു കൂടി ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം. പല ചതിയും വഞ്ചനയും ഏൽക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോവുക. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നന്ദി, നമസ്കാരം.